എല്ലാവരെയും ദൈവരാത്രിക്കാലം അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വചനമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഭക്ഷണം. വചനമാവോളം ഭക്ഷിക്കുന്നത് ആത്മീയ ആരോഗ്യത്തിന് ആവശ്യമാണ്. അത് നമ്മൾ ഒരു വരവിന് വരുമ്പോൾ മാത്രമല്ല, വചനത്തിൽ ആനന്ദം കണ്ടെത്താൻ എപ്പോഴും നാം ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഈ രാത്രി ദൈവാത്മാവ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രകാശിപ്പിച്ചത് പ്രാർത്ഥന എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥന എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ മടുത്തു പോകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാം വെല്ലുവിളി അനുഭവിക്കേണ്ടി വരുന്നത് പ്രാർത്ഥനയ്ക്കാണ്. മറ്റെല്ലാ കാര്യങ്ങളിലും ഏതെങ്കിലും നിലയിലൊക്കെ നമുക്ക് മുന്നേറുവാൻ കഴിയും, പാടുവാൻ കഴിയും. ബൈബിള് പതിവായിട്ട് നമ്മൾ വായിക്കുന്നവരാണ്. കൂട്ടായ്മകളിൽ ഒന്നിനു പോലും മുടങ്ങാതെ വരാൻ നമുക്ക് കഴിയും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ പ്രാർത്ഥനയെ പഠിപ്പിച്ചു കളയുക, അല്ലെങ്കിൽ സ്ഥായിയായിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ നമ്മെ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് ശത്രുവിന്റെ ഒരു വിജയമാണ്. അപ്പോൾ എന്ത് വില കൊടുത്തു അതിൽ നമ്മൾ ജയമെടുക്കണം എന്നുള്ളതിന് ഒത്തിരി ഉദാഹരണങ്ങൾ ദൈവത്തിനുണ്ട്. എന്നാൽ ഒരു വ്യക്തിയെ ഊന്നിക്കൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞ പല സന്ദർഭങ്ങളിൽ, അപ്പോസ്തലന്മാർ ഓർപ്പിച്ച പല സന്ദർഭങ്ങളിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സംഭവിക്കാൻ പറ്റുന്ന അപകടങ്ങളെ കുറിച്ച് ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥനയെ കുറിച്ച് കർത്താവ് പറഞ്ഞത്. അപ്പോസ്തലന്മാര് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ലൂമനയോളം ചെന്ന് അവരെ അനുഗ്രഹിച്ചു. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. സ്വർഗത്തിന് പോകുമ്പോൾ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടു പോയി ശുശ്രൂഷ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്: എന്നോട് യെരൂശലേമിൽ നിന്ന് നിങ്ങൾ തീരുന്നത് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട് പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ തീരണം, കാത്തിരിക്കണം. കർത്താവ് കാത്തിരിക്കണം എന്നൊരു വാക്ക് പറഞ്ഞവരെ വിടുമ്പോൾ, വാങ്ങിപ്പോകാതെ, യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാരോട് മാത്രമല്ല പറഞ്ഞത്, ശിഷ്യരോട് മൊത്തമാണ്. ഞാൻ നേരത്തെ ഒരു ദിവസം, ഞായറാഴ്ച തന്നെ ഞാൻ തോന്നുന്നു, ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു, എല്ലാ ശിഷ്യന്മാരും ആരല്ലായിരുന്നു? അപ്പോസ്തലന്മാരല്ലായിരുന്നു. പക്ഷെ എല്ലാ അപ്പോസ്തലന്മാരാരായിരുന്നു? 3 തരത്തിലുള്ള ആളുകൾ കർത്താവിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പ് അപ്പോസ്തലന്മാർ. എത്ര പേരാ? 12 പേര്. പിന്നെ അതിന്റെ അടുത്ത കൂട്ടം ശിഷ്യന്മാർ. അടുത്ത കൂട്ടം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ബഹുപുരുഷാരം. ഇങ്ങനെ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർ എപ്പോഴും കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരോട് ഒലിവുമലയിൽ വെച്ച് പറയുമ്പോൾ അപ്പോസ്തലന്മാർ മാത്രമല്ല, ശിഷ്യന്മാരോട് പൊതുവായിട്ടാണ് പറഞ്ഞത്. അതിന്റെ തെളിവാണ് 12 പേരല്ല യെരൂശലേമിൽ കാത്തിരുന്നവർ. എത്ര പേരുണ്ടായിരുന്നു? 120 പേര്. അപ്പൊ 120 പേര് യെരൂശലേമിൽ കാത്തിരിക്കാൻ പറയുമ്പോൾ കർത്താവ് പ്രത്യേകം എടുത്തു പറയുന്നു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് എന്ത് ചെയ്യരുത്? വാങ്ങിപ്പോകരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? യെരൂശലേമിൽ ഒരുമിച്ചിരുന്ന് നിങ്ങൾ ആത്മാവിന് വേണ്ടി, അല്ലെങ്കിൽ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാൻ നിങ്ങളെ അനുവദിക്കാത്ത, അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിപ്പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ വരാം എന്നുള്ളത് കൊണ്ടാണ് കർത്താവ് എടുത്തു പറഞ്ഞത്. എന്ത്? വാങ്ങിപ്പോകാതെ എന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ വചനത്തിൽ നമ്മൾ എല്ലായിടത്തും നോക്കിയാൽ കർത്താവ് ഇങ്ങനെയൊക്കെ പല മുന്നറിയിപ്പുകൾ അപ്പോസ്തലന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും കർത്താവ് ഗെത്സമനയിൽ വെച്ച് എന്താ പറഞ്ഞത് നമുക്കറിയാം. നാം പലപ്പോഴും ഓർക്കാറുള്ള വാക്യമാണ്. ഗെത്സമനയിൽ വെച്ച് അപ്പോസ്തലന്മാരോട് പറയുന്നു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ 2 കാര്യം അവിടെ നെഗറ്റീവായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പരീക്ഷ വരാൻ സാധ്യതയുണ്ട്. 2, ഉണർന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉറങ്ങാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനയിൽ ഉറങ്ങാൻ, അത് അക്ഷരികമായ ഉറക്കമല്ല, അല്ലാതെ എന്ന് പറഞ്ഞാൽ
ആ ദൈവസാന്നിധ്യത്തിലുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൂടെ നമ്മൾ അതിൽ നിന്ന് കണക്കിലെടുക്കണം. കാരണം അപ്പോസ്തലന്മാർ അത് പറയുന്ന ഭാഗങ്ങളിൽ പത്രോസൊക്കെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഉണർവുള്ളവരും സുബോധമുള്ളവരും ആയിരിപ്പിൻ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. ഇനി കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു ന്യായാധിപന്റെ അടുക്കൽ വരുന്ന ഒരു സ്ത്രീയെ കുറിച്ച്, ഒരു വിധവയെ കുറിച്ച് പറയുമ്പോൾ ലൂക്കോസ് 18 പറയുമ്പോൾ അതിങ്ങനെയാണ് തുടങ്ങുന്നത്. ലൂക്കോസ് 18 1 വാക്യം പെട്ടെന്ന് വായിച്ച് നമുക്ക് പെട്ടെന്ന് മുമ്പോട്ട് പോകാം. ലൂക്കോസ് 18:1. അപ്പൊ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന്, അപ്പൊ നോക്കിയേ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് എന്ത് ചെയ്തു? ഒരു ഉപമ പറഞ്ഞു. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് പ്രാർത്ഥനയ്ക്കെതിരെ സംഭവിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഒന്നെന്താ? മടുത്തു പോകാൻ സാധ്യത. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മടുപ്പില്ലാതെ ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് ചിന്തിച്ചോ, ആത്മീയ വിഷയങ്ങൾക്കല്ലയോ നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക എടുത്താൽ പെട്ടെന്ന് മടുത്തു പോകാൻ സാധ്യതയുണ്ട്. ബാക്കി ഏത് കാര്യത്തിനും നമുക്ക് മടുപ്പില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആത്മീയ കൂട്ടായ്മകൾ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്ന നിമിഷങ്ങൾ, ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ പോകുക, നമ്മൾ മടുത്തു പോകുക, കൃത്യസമയം അതിനുവേണ്ടി നമുക്ക് വിനിയോഗിക്കാൻ കഴിയാതെ വരിക. നോക്കിക്കേ, ഏത് നിലയിലും നമ്മളെ മടുപ്പിക്കുക, ഡിലേ ആക്കുക എന്നുള്ളത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറയണമെങ്കിൽ, എടുത്തു പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധിയിൽ സമ്പർക്കം പുലർത്താൻ അനുവദിക്കാത്ത ഒരു ഘടകം അതിന്റെ പിന്നിൽ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഓർത്ത് നോക്കിക്കോണം, പ്രാർത്ഥനയ്ക്ക് നമ്മൾ എത്രത്തോളം താല്പര്യം വെക്കണം, എത്രത്തോളം പ്രതിസന്ധികളോട് നമ്മൾ പോരിടണമെന്നുള്ളത് വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു പോരാട്ടം തന്നെയാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. ഈ പ്രാർത്ഥന എങ്ങനെ വിജയപ്രദമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് നമ്മൾ നോക്കണം. ഒരിക്കലും സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് ആരും ജീവിത വിജയത്തിൽ എത്തിയിട്ടില്ല. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നമ്മളെല്ലാവരും അനുകൂലമായ ഒരു സാഹചര്യത്തിന് വേണ്ടി പലപ്പോഴും നോക്കിയിരിക്കുന്നവരാ ഓരോ കാര്യത്തിലും എത്താൻ വേണ്ടി. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു യാഥാർത്ഥ്യം പറയാം. സാഹചര്യങ്ങൾ അനുകൂലമായിട്ടല്ല നമ്മൾ വിജയിയായിത്തീരുന്നു. ഇനിയും അനുകൂലമായ ഒരു സാഹചര്യത്തിനകത്ത് നമ്മൾ വിജയിയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? കഴിഞ്ഞ ദിവസം ആരോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയാനിടയായി തീർന്നു. ഇവിടെ ഒരു വലിയ സ്റ്റേഡിയം, ഒരു ഗ്രൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ലൈസൻസ് കിട്ടി, വളരെ കഷ്ടപ്പെട്ടു. 5-6 ടെസ്റ്റിന് പോയെന്ന് ഞാൻ കുറച്ച് പറയുക, കുട്ടി പറയുന്നില്ല. എന്റെ അനുഭവം പറയാം. 6 ടെസ്റ്റിന് പോയി, 6ാമത്തെ ടെസ്റ്റിനെ കിട്ടി. അപ്പം ആ ടെസ്റ്റിന് പോയി കഷ്ടപ്പെട്ട് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഇവിടെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. ഒരു ഒബ്സ്റ്റക്കിൾസും ഇല്ല, ഒരു പ്രതികൂലങ്ങളും ഇല്ല, എതിരെ വണ്ടിയും വരുന്നില്ല, ഒരു പ്രശ്നവും ഇല്ല. ഞാൻ അതിനകത്തൂടെ 120 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ ഇറങ്ങി ഇങ്ങ് കോളറെ പിടിച്ചോണ്ട് പറയാം, ഞാനൊരു ഉഗ്ര ഡ്രൈവറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ? പറഞ്ഞോട്ടെ. ശരിയായ ഒരു നല്ല ഡ്രൈവർ ആണെന്ന് ഞാൻ എപ്പോഴാണ് തെളിയിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് ഈ വണ്ടി ഉരുട്ടി ഇറക്കിക്കൊണ്ട് എവിടെ പോകണമെന്നറിയാമോ? എവിടെ പോകണം? എംബറേസ് റോഡിലോ അല്ലെങ്കിൽ ഷെയ്ഖ് റോഡിലോ പോകണം. 7 ട്രാക്കിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വണ്ടി വരുന്നതിന്റെ ഇടയ്ക്കൂടെ സുരക്ഷിതമായിട്ട് ഞാൻ അബുദാബി പോയിട്ട് തിരിച്ച് ആ വണ്ടിയുമായിട്ട് തന്നെ തിരിച്ച് വന്നാൽ എന്നെ കുറിച്ച് എന്തോ പറയാൻ പറ്റും? ഒരുമാതിരി നല്ലതായിട്ട് വണ്ടി ഓടിച്ചു എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെ പറയുന്നു? അപ്പോൾ ഇന്ന് ഒരു ആത്മീയ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പോരാട്ടം കൊണ്ട് ബന്ധനമുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ നിഷ്ക്രിയമാക്കുന്ന ഒത്തിരി മേഖലകളുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, രക്ഷിക്കപ്പെടുന്ന ആ ദിവസം നമ്മൾ പോരാട്ടത്തിൽ ഇറങ്ങി. ഒന്നുകിൽ മരിക്കണം, അല്ലെങ്കിൽ കർത്താവ് വരണം. അതുവരെ നമ്മൾ എവിടാ? പോരാട്ടത്തില്ല. ആ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് റോഡ് പോലെയാണെന്ന് വിചാരിച്ചാൽ മതി, അല്ലെ എംബ്രേസ് റോഡ് പോലെയാണെന്ന് വിചാരിച്ചാൽ മതി. കാരണം ഈ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ സുരക്ഷിതത്വമായിട്ട് മുന്നേറാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതും നമുക്ക് ചില അധികാരങ്ങളും അനുവാദങ്ങളും ദൈവം തന്നിരിക്കുന്നതും. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരാ? ദൈവ മക്കളാകുവാൻ അവൻ എന്ത് ചെയ്തിരിക്കുക? അനുവാദമല്ല കൊടുത്തിരിക്കുന്നത്,
അധികാരമാണ് കൊടുത്തിരിക്കുന്നത്. ആ അധികാരം ഉപയോഗിച്ച് സുരക്ഷിതമായിട്ട് മുന്നേറാൻ നമുക്ക് കഴിയുന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ആത്മീയ ജീവിതം വിലയുള്ളതാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രതികൂലമാണ്, ഭയങ്കര മടുപ്പ്, ഭാഷ ഒത്തിരി ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കാൻ. പക്ഷെ പ്രാർത്ഥിക്കാൻ അങ്ങോട്ടിരിക്കുമ്പോൾ ഭയങ്കര കൊണ്ടുപോയി വരും, ഭയങ്കര ഉറക്കം വരും. എന്നാ പിന്നെ ഞാൻ കർത്താവിന്റെ അവസ്ഥ ഞാൻ രക്ഷപ്പെടുന്നത്. നമ്മൾ കർത്താവിന്റെ അവസ്ഥ എന്ത് ചെയ്യുന്നു അറിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കർത്താവ് അറിയുന്നു. ഇനി അല്ലെങ്കിൽ ഒന്നുകൂടെ കടന്നാണെങ്കിൽ നമ്മൾ പറയും എന്ത് പറയുന്നത് അറിയാമോ? കർത്താവിന് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ കർത്താവ് അതിനുള്ള സാഹചര്യങ്ങൾ എനിക്കൊരുക്കി തരും. എനിക്ക് ഉറക്കം വരാതെ ബലമായിട്ടിരിക്കാൻ. അങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുള്ളത്? മാനുഷികമായി നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയാണോ നടത്താറുള്ളത്? പ്രൈസ് ദി ലോർഡ്. ജീവിത ആയോധനയിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെ ജീവിത വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നാം പുറത്തേക്ക് ഇറങ്ങി വിഷയങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് യാത്ര ചെയ്ത് ജോലിസ്ഥലത്ത് ചെന്ന് വിഷയങ്ങളോട് ഏറ്റുമുട്ടി സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്ത് ചെയ്യുന്നത് പോലെ തന്നെ ആത്മീയ ജീവിതവും നമ്മൾ കൈകെട്ടിയിരുന്ന് പ്രാപിക്കാൻ പറ്റുന്നതല്ല. ഞാൻ ഗൗരവമായിട്ട് ഓർപ്പിക്കുക, പ്രാർത്ഥന ജീവിതത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന നിമിഷം തന്നെ എതിരുകൾ ജീവിതത്തിൽ വരാം. വചനം പഠിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോരാട്ടങ്ങൾ ജീവിതത്തിൽ വരാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇറങ്ങി പുറപ്പെടും ഓട്ടം ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ് പ്രാപിക്കുന്നത് ഏകനെന്ന് പറഞ്ഞതുപോലെ ഇറങ്ങി പുറപ്പെട്ടു ബിരുദ് പ്രാപിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ ലക്ഷ്യത്തിൽ എത്താനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഗൗരവമായിട്ട് ഓർത്തുകൊണ്ട് പ്രതിസന്ധി കാണുമ്പോൾ തളർന്നു പോയാൽ, വീണുപോയാൽ, ക്ഷീണിച്ചു പോയാൽ മറ്റു പലരും എന്ത് ചെയ്യും? ഓടും. നമ്മള് പാതി വഴിയിൽ നിൽക്കും. അതിനെ അനുവദിക്കരുത്. ആത്മീയ ജീവിതത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ മടുപ്പുളവാക്കുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിനെ ജയിക്കുവാൻ, അതിനെ എതിരിട്ട് മുന്നേറുവാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാപ്തരാകണം. വിഷയങ്ങൾക്ക് മുമ്പിൽ ഇടറിപ്പോകുന്ന, പതറിപ്പോകുന്ന അനുഭവങ്ങളെ ഈ ദിവസങ്ങളിൽ ജയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. അനുകൂലമായ സാഹചര്യം ഇല്ലാത്ത ഇടങ്ങളിലാണ് വേദപുസ്തക ഭക്തന്മാരൊക്കെ പ്രൈസ് ദി ലോർഡ് സ്തോത്രം പ്രാർത്ഥിച്ച് ജയം കണ്ടത്. കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഭാഗത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് ഒരു ഉദാഹരണം വേദപുസ്തകത്തിൽ നിന്ന് കാണിച്ചിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോയതെന്ന് പറഞ്ഞു. അന്ന് തന്നെ, അതേ ദിവസം തന്നെ, അതേ മണിക്കൂറുകൾ കഴിയുന്ന, അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പേ തന്നെ, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് അടുത്ത സമയങ്ങളിൽ തന്നെ ചില പ്രിയപ്പെട്ടവർ എന്ത് ചെയ്തെന്നറിയാമോ? യെരൂശലേമിൽ നിന്ന് അങ്ങോട്ട് പോയി, മോസിലേക്ക് പോയി. നമുക്കറിയാം, അതിനോടനുബന്ധിച്ച മണിക്കൂറുകളിൽ തന്നെ, മുന്നോട്ട് പുറകോട്ടോ എന്നുള്ളതല്ല വിഷയം, അതിനോടനുബന്ധിച്ച മണിക്കൂറുകളിൽ തന്നെ. അപ്പൊ കർത്താവ് നേരത്തെ പറയുന്നുണ്ട്, ഞാൻ വാഗ്ദത്തം ചെയ്ത് തന്നെ നിങ്ങളുടെ മേൽ എന്ത് ചെയ്യും? അയക്കും. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ എവിടെ പാർക്കണം? യെരൂശലേമിൽ പാർക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആത്മീയ ദൂതുകൾ കർത്താവ് പറഞ്ഞു കൊടുത്തിട്ടും അവർ രണ്ടുപേരും എന്ത് ചെയ്തു? എമ്മോസിലേക്ക് പോയി. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കുക. പ്രാർത്ഥിക്കണമെന്നും ദൈവസന്നിധിയിൽ ഇരിക്കണമെന്നും ദൈവഹിതം ആരായണമെന്നും ദൈവം നമ്മളോട് പറയുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ നമ്മളെ നിലനിർത്താൻ അനുവദിക്കാത്ത ഒരു ശക്തി അപ്പുറത്ത് പ്രബലമായോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒരിക്കലും അതോർത്ത് ഭയപ്പെടാനല്ല, അതിനെ എതിരിട്ട് മുന്നേറാനുള്ള കൃപ ദൈവം നമ്മുടെ മേൽ പകരുന്ന ദൈവമാണ്. അതിനുവേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ആശ്രയിക്കണം. ദാവീദ് പറയുന്ന പല ഭാഗങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നിന്നെ സ്തുതിക്കേണ്ടതിന് ഞാൻ രാത്രിയിൽ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുമെന്ന് ദാവീദ് പറയുന്നുണ്ട്. ഞാൻ 7 പ്രാവശ്യം ദിവസം നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇതെല്ലാം അനുകൂല പശ്ചാത്തലത്തിലാണോ? ഒരു രാജ്യത്തെ ഭരിക്കുന്ന രാജാവായിരിക്കുന്ന ദാവീദിനെ സംബന്ധിച്ചോളം 7 പ്രാവശ്യം പ്രാർത്ഥിക്കാനോ മുട്ടുമടക്കാനോ അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ സ്തോത്രം ചെയ്യാനോ ഒക്കെ അനുകൂല പശ്ചാത്തലം ഉണ്ടായിട്ടല്ല പ്രാർത്ഥിച്ചത്. വേദപുസ്തക ഭക്തന്മാരൊക്കെ നോക്കിയോ. ദാനിയേലിന്റെ കാര്യം നമ്മൾ നേരത്തെ പല ഭാഗങ്ങളിൽ ദേവദാസന്മാരിലൂടെ കേട്ടിട്ടുണ്ട്. അനുകൂല സാഹചര്യമായിരുന്നു? അല്ല, പ്രതികൂല സാഹചര്യമായിരുന്നിട്ടും ദൈവസന്നിധിയിലുള്ള ഒരു പതിവ് ദാനിയേൽ തെറ്റിക്കാതെ തുടർന്നു. എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, പല ദേവദാസന്മാരിലും ഞാനത് കേട്ടിട്ടുണ്ട്, പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട്, പല ശുശ്രൂഷകളിലും ഞാൻ ആ ഭാഗം പറഞ്ഞിട്ടുണ്ട്. അതായത് തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കുകയല്ലായിരുന്നു, താൻ മുമ്പ് ചെയ്തു വന്നിരുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ ആ റെഗുലർ, അവിടെയാണ് എനിക്കൊരു വലിയ ആഴമേറിയ ഒരു പ്രകാശം ദൈവം എനിക്ക് തന്നത്. ഒരു റെഗുലർ റിലേഷൻഷിപ്പ് ദൈവവുമായിട്ട് ഉള്ള ഒരു ദൈവവൈതലിന് നേരെ എത്ര കഠോരമായ പ്രതികൂലം വന്നാലും അതിന് തക്ക
നല്ലവണ്ണം റിസ്ക് എടുത്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പ്രാർത്ഥിക്കേണ്ടെന്നല്ല, പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടെങ്കിൽ, ഉപവസിക്കാൻ സമയം ഉണ്ടെങ്കിൽ എത്രയും ഉപവസിക്കണം. ഞാനും ആവശ്യം പോലെ ഉപവസിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ പറയുന്നതിന്റെ സാരം ഇന്ന് രാത്രിക്കാലം പറയുന്നതിന്റെ സാരം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്നാൽ നിരന്തരമായ ഒരു ദൈവിക സമ്പർക്കം നമുക്കുണ്ടെങ്കിൽ, നിരന്തരമായ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ, റെഗുലറായിട്ട് റിലേഷൻഷിപ്പ് ദൈവവുമായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ പുലർത്തുന്നു എങ്കിൽ എത്ര പ്രതികൂലം വലുതാകുന്നതിനനുസരിച്ച് പ്രാർത്ഥനയുടെ കട്ടി കൂട്ടണമെന്നില്ല. ആ പ്രതിസന്ധിക്കകത്ത് ദാനിയേൽ എന്ത് ചെയ്തു? താൻ മുമ്പ് ചെയ്തു വന്നിരുന്നത് പോലെ താൻ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുത്തിയെന്ന്. കാരണം എന്നാന്ന് വെച്ചാൽ എന്തോ വലുത് വന്നാലും എന്തോ ചെറുത് വന്നാലും ദാനിയേലിന് അതിനു മുമ്പേ ഒരു ഉറപ്പ് പ്രാർത്ഥനയിലൂടെ ഹൃദയത്തിനകത്ത് വന്നു കഴിഞ്ഞിരുന്നു. എന്തോ വന്നാലും എന്റെ കർത്താവ് അറിയാതെ ഇതിനൊന്നും എന്നെ തൊടാൻ കഴിയത്തില്ല, എന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പില്ലാതെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദിവസങ്ങളിൽ നാം പ്രാപിച്ചെടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഒരു റെഗുലർ പ്രാർത്ഥനാ ജീവിതം. ബില്ലി ഗ്രഹാമിന്റെ അടുക്കൽ ലോകത്തിൽ ഏറ്റവും അധികം പ്രസംഗം നടത്തിയിട്ടുള്ള ആളാണ് ബില്ലി ഗ്രഹാം. ആ റെക്കോർഡ് ഇതുവരെ ആരും പൊട്ടിച്ചിട്ടില്ല. ലോകരാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇത്രയധികം പ്രസംഗം നടത്തിയ ഒരു ദേവദാസൻ വേറെ ഇല്ല. ബില്ലി ഗ്രഹാമിന്റെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പത്രപ്രവർത്തകർ വന്നപ്പോൾ, നിങ്ങൾക്കറിയാം, ഞാൻ ഈ വിഷയത്തോടനുബന്ധിച്ച് പറയുന്നുള്ളതേ ഉള്ളൂ. പത്രപ്രവർത്തകർ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ ഈ ഇത്രയും വലിയൊരു പ്രസിദ്ധനായ ഒരു ശുശ്രൂഷകനായി തീരാനുള്ള താങ്കളുടെ വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിമ്പിൾ, 3 കാര്യങ്ങൾ. ഉടനെ അവരെല്ലാം തയ്യാറായി എഴുതാൻ വേണ്ടി. അപ്പൊ പത്രപ്രവർത്തകരെല്ലാം, അമേരിക്കയിലുള്ളവരെല്ലാം വന്നിരിക്കുക. അദ്ദേഹം 3 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം എന്താ അവർ ചോദിച്ചു? നമ്പർ 1 എന്താണ്? പ്രയർ. ഓക്കെ, അത് എഴുതി പ്രാർത്ഥന. അപ്പൊ ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിക്കൊള്ളുന്ന അവർക്ക് ചിന്തിക്കാറില്ല. ഉടനെ രണ്ടാമത് വീണ്ടും ചോദിച്ചു, അടുത്താണ് എഴുതുന്നാൽ അങ്ങനെയാണെങ്കിൽ അടുത്തെന്താണ്? രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥന. മൂന്നാമത്തെ എന്താണ്? അപ്പോഴും അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥന. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. ചെറിയ ആളല്ല അദ്ദേഹം. ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അമേരിക്ക മുഴുവൻ അറിയും, അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യപ്പെടുന്ന കാര്യം. ആ വാക്കിന് വിലയുണ്ട്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ രാവിലെ മുതൽ വൈകോളം ഇരുന്ന് കുത്തി കുറിക്കുന്നു, ഒന്നും അറിയുന്നില്ല. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ന്യൂസ് വണ്ടിയിൽ ഇരുന്ന് വെച്ചപ്പോൾ അവിടെ പിന്നെ ഫേസ്ബുക്കിനകത്തോ ട്വിറ്ററിനകത്തോ മോദി ഏതാണ്ട് കുറിച്ചെന്ന് അദ്ദേഹം രാജ്യങ്ങളിലാണ്ട് അദ്ദേഹത്തിന്റെ പതിവ് തുടർന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇങ്ങനെ അടുത്ത രാജ്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങും. അപ്പൊ അദ്ദേഹം ഏതാണ്ടൊരു വാക്ക് പറഞ്ഞ് 2 സെന്റൻസ് അദ്ദേഹം പറഞ്ഞാൽ അതെന്ത് ചെയ്യും? ഭയങ്കര പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഇരിക്കുന്ന സ്ഥാനം. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആകാൻ ക്ഷണിക്കപ്പെട്ട ആളാണ് ആര്? ബില്ലി ഗ്രഹാം. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഈ ഒരുമാതിരി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജാവിന്റെ വലിയ പ്രവർത്തകനായിട്ട് ഞാൻ ഇത് ചെയ്യുമ്പോൾ നീ ആദ്യം കുറഞ്ഞൊരു ജോലിയിലോട്ട് എങ്ങനെയാ പോകുന്നത്? നമ്മളാണ് എങ്ങനെ പ്രതികരിച്ചത്? ഇത് ശരിയായ പ്രാർത്ഥനാ ജീവിതവും ദൈവീയ ബന്ധവും ഉള്ളവർക്കൊക്കെ ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. മഹാരാജാവിന്റെ മഹത്വമുള്ള വേല ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത്രയും വലിയ ഗൗരവമായ ഉത്തരവാദിത്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ അതിനേക്കാൾ കുറഞ്ഞൊരു ജോലിയിലേക്ക് എങ്ങനെയാ പോകുന്നത്? ഏതോ ഒരു പാർട്ടിക്കാർ, എനിക്കറിയത്തില്ല, അമേരിക്കയിലുള്ള 2 പാർട്ടിയിൽ ഏതോ ഒരു പാർട്ടിക്കാര് അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആകാൻ ഒരു പ്രാവശ്യം ക്ഷണിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി അതായി. കാരണം എന്താണെന്നറിയാമോ? നിരന്തരമായ ദൈവിക സമ്പർക്കം. ഇനിയും ചരിത്രം പഠിച്ചാൽ, ഞാൻ പല ദൈവദാസന്മാരുടെ ജീവചരിത്രം വായിച്ചു. അഭിഷക്തരായിട്ട് ലോകരാജ്യങ്ങൾ അറിയപ്പെടുന്ന നിലയിൽ ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാരെല്ലാം തന്നെ ദിവസത്തിൽ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 24 അവേഴ്സിന് 24 മണിക്കൂറിന് 3 മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും വചനവായനയിലും ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. ജോൺ വെസ്ലി, ചാൾസ് ഫിന്നി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുള്ള ദൈവഭൃത്യന്മാരുടെ ജീവചരിത്രം വായിച്ചാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അങ്ങനെ വിജയകരമായി വ്യത്യസ്തമായി ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിന്ന ദൈവഭൃത്യന്മാരൊക്കെ തന്നെ മിനിമം 3 മണിക്കൂർ, 24-ന് 3 മണിക്കൂർ. എന്താ 24-ന് 3 മണിക്കൂർ? 24-ന്റെ ദശാംശം എത്ര? 2 മണിക്കൂർ 24 മിനിറ്റ്. 2.24 24-ന്റെ ദശാംശം. അതിന്റെ കൂടെ അല്പം കൂടെ, കാരണം പുതിയ നിയമത്തിൽ വരുമ്പോൾ ദശാംശം അല്ലല്ലോ എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ അതിനേക്കാൾ പരീക്ഷന്മാരുടെ ശാസ്ത്രിമാരുടെ നീതിയിൽ
കവിഞ്ഞിരിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ടായിരിക്കാം അവർ 3 മണിക്കൂർ പ്രാർത്ഥിച്ചത്. എന്തായിരുന്നാലും ഇന്ന് രാത്രി കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ, പ്രൈസ് ദി ലോർഡ്, ചില ദൈവഭൃത്യന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർ പ്രാർത്ഥിച്ച്, ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് 10,000-കണക്കിന് ആളുകൾ കൂടി വരുന്ന വേദിയിലേക്ക് വന്ന് നേരിട്ട് വന്ന് കാറിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുന്ന ചിത്രങ്ങളൊക്കെയാ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്, വലിയ വലിയ പ്രഗത്ഭരായ ദൈവദാസന്മാർ. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാരൊക്കെ ശുശ്രൂഷ സ്റ്റേജിന്റെ പുറകിൽ ഒരു ചെറിയ മുറി ഉണ്ടായിരുന്നു, ഈ വാതിൽ കാണുന്ന പോലെ ശുശ്രൂഷ സ്റ്റേജിന്റെ പുറകിൽ ഒരു മുറി ഉണ്ടായിരുന്നു. അവർ ചിലപ്പോൾ എപ്പോഴും അവിടെ വരുന്നതെന്ന് അറിയത്തില്ല, അവിടെ വന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചരിത്രം വായിച്ച് ഈ പഠന സമയത്തൊക്കെ അങ്ങനെ മിഷണറിമാരുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, പല ദൈവവൃത്യന്മാരും ആ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി ആ വന്ദനം പറയുമ്പോൾ ഉണ്ടല്ലോ, ആ വന്ദനവാചകം പറയുമ്പോൾ പിന്നെ കർത്താവ് നിങ്ങളെ രക്ഷിക്കുമെന്നൊന്നും പറയാനുള്ള അവസരം കിട്ടിയിട്ടില്ലെന്ന് അവരുടെ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വന്ദനവാചകം പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം എന്ന് പറയുമ്പോൾ തന്നെ പാപികളായി അതിനിടയ്ക്ക് നിൽക്കുന്നവരൊക്കെ അവിടെ കെട്ടിപ്പിടിച്ച്, തൂണയിലൊക്കെ കെട്ടിപ്പിടിച്ച്, അവിടെയുള്ള പന്തലിന്റെ കാലിലൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിലവിളിച്ച് പാപബോധത്തോടെ പശ്ചാത്തപിക്കുമായിരുന്നു. കാരണം അവരുടെ മേൽ വ്യാപരിച്ച ദൈവകൃപയുടെ അളവ് അത്ര വലുതായിരുന്നു. ഇന്ന് അപ്പൊ ഞാൻ ഓർക്കണം, ആ ട്രെൻഡ് എല്ലാം മാറി. ഇന്ന് ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരും പാസ്റ്റർമാരും എല്ലാവരും ഉൾപ്പെടെ, ഞാൻ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയാ പറയുന്നത്, ജനത്തെ ആരാധിപ്പിക്കാൻ. വേദപുസ്തകത്തിൽ ഞാൻ പഠിച്ചിടത്തോളം ആരാധിപ്പിക്കുക എന്നുള്ള ഒരു പ്രവണതയെ വേദപുസ്തകത്തിൽ ഉള്ളതായിട്ട് കാണുന്നില്ല. ആരാധിക്കുവാൻ അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുവാൻ കൃപ ലഭിച്ചവർ പാടിക്കൊണ്ടേയിരിക്കുന്നു, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിനകത്ത് ജനം ഉത്തേജനം ലഭിച്ചു പാടുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർത്തിട്ടുണ്ട്, ഈ കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിലായി ഹല്ലേലൂയ സ്തോത്രം കൈ അടിപ്പിക്കാൻ ആ ജനത്തോട് പറയുന്നു, പ്രസംഗിക്കുന്നവരൊന്ന് അടിച്ച് നിങ്ങളൊന്ന് മഹത്വം കൊടുത്ത് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ആത്മീയ അനുഭവങ്ങൾ താണുപോകുന്നു. അതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഇതുവരെ എന്റെ ചിന്തയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, പ്രൈസ് ദി ലോർഡ് സ്തോത്രം, ആ നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല ജീവനോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നാൽ ആ ജീവനും ഇവിടെ വ്യാപരിക്കുന്ന ജീവനും എല്ലാം കൂടെ ഒന്നായിട്ട് വ്യാപരിക്കുമ്പോൾ ഒരു പ്രത്യേക ആത്മീയ നിറവ് നമ്മളിൽ ഉണ്ടാകും. എന്നാൽ പിശാച് എന്താ ചെയ്യുന്നത്? ദൈവജനത്തിന്റെ പ്രാർത്ഥനാനുഭവത്തെ കവർന്നെടുക്കുന്ന അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ദിവസങ്ങളിൽ നിന്ന് രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, ഏറെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, ഏറെ കർത്താവിന്റെ നാമം എന്നിലൂടെ മഹത്വപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല അനേകരുണ്ട് ഇവിടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം, പ്രൈസ് ദി ലോർഡ്, തടസ്സങ്ങളെ വകവയ്ക്കാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങൾ. പാസ്റ്റേ എന്തോ ഒരു ജോലി തിരക്ക്, അതിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് പാസ്റ്റർ പ്രാർത്ഥനയ്ക്കുന്നത്? അത് നമ്മുടെ ഒരു ചിന്താപശക. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ വിചാരം നമ്മളെല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി എല്ലാം ഒതുക്കി തീർത്തല്ല ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് അല്ല. ഹൃദയം ദൈവസന്നിധിയിൽ നന്നായി നമ്മുടെ അവസ്ഥകൾ ദൈവത്തിന് അറിയാം, നമ്മുടെ സാഹചര്യങ്ങൾ അറിയാം. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരാൻ നാം ദൈവസന്നിധിയിൽ സമയം കണ്ടെത്തണം. അത് ചെയ്യുമ്പോൾ ജീവിതത്തിന്റെ തിരക്കുകളുടെ നടുവിൽ എന്നാൽ വേറിട്ടിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കർത്താവ് അതിന് ഉത്തമ മാതൃകയാണ്. പകലത്തിയോളം ഈ മണലാരണ്യത്തിലൂടെ ഒക്കെ നടന്ന് വീണ്ടും വിടുതലിന്റെ ശുശ്രൂഷകൾ ചെയ്ത് ഉപദേശങ്ങൾ പറഞ്ഞതിന് ശേഷം രാത്രി അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോലും വേറിട്ട് കർത്താവ് മലമേൽ കയറി എന്ന് വായിക്കുന്നുണ്ട്, നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയെന്ന് വായിക്കുന്നുണ്ട്, അധികാലത്ത് ഇരുട്ടോടെ പോയി പ്രാർത്ഥിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള 2-3 ഉദാഹരണങ്ങൾ യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ പ്രാർത്ഥനയ്ക്ക് ഏകാഗ്രതയുള്ളൊരു സ്ഥാനം കണ്ടെത്തുന്നതിന് വേദപുസ്തകത്തിൽ കർത്താവ് അതിന് മാതൃക നൽകുന്നുണ്ട്. ഏകാഗ്രതയുള്ളൊരു സ്ഥാനം കണ്ടെത്തി വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്. അത് ഈ 2-3 ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി എന്താണ് പ്രാർത്ഥന? വേഗത്തിൽ പറഞ്ഞു പോകാം. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? അയ്യോ പാസ്റ്റർ, ഇവിടെ ഇപ്പൊ പ്രാർത്ഥനാ വിഷയങ്ങൾ 3-4 പറഞ്ഞ് എല്ലാം പ്രാർത്ഥിച്ചു, അതെത്ര 2 മിനിറ്റ് പ്രാർത്ഥിക്കാനേ ഉള്ളൂ, അതിൽ കൂടുതൽ എന്താ? അതല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് വിഷയങ്ങൾ പറയുന്നതല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ കുറെ ആവശ്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ അഴിച്ചിടുന്നതല്ല പ്രാർത്ഥന. ദൈവവുമായിട്ടുള്ള നമ്മുടെ ആശയവിനിമയം, സമ്പർക്കമാണ് പ്രാർത്ഥന. അതൊറ്റ വാചകത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ആശയവിനിമയം പൂർണ്ണമാകുന്നത് എങ്ങനെ? ആശയവിനിമയം പൂർണ്ണമാണ്. ഞാൻ കോശിപുരനോട് വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്?
ഞാൻ ഭർത്താവിനെ കോശിക്കർ എന്തുകൊണ്ട് വിശേഷം കർത്താവ് അനുഗ്രഹിക്കട്ടെ, ദൈവം കൂടെ ഇരിക്കട്ടെ ആമ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയാൽ എന്തേലും വിശേഷം കേൾക്കില്ല. അദ്ദേഹം ഇങ്ങോട്ട് എന്തുകൊണ്ട് വിശേഷം ആവുന്നില്ല. അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് വയ്ക്കും, വർഷം എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു, അപ്പോ പനിയൊക്കെ മാറി എങ്ങനെയുണ്ട് വീട്ടിലൊക്കെ എല്ലാവർക്കും പാട്ടി. അപ്പൊ ഞാൻ തിരിച്ചു പറയാം സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ട് നാട്ടിൽ പോകുന്നു പറഞ്ഞില്ല, എന്നാ പോകുന്നത് എന്ന് ഞാൻ അങ്ങോട്ട് വളരെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു. ഇത് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷൻ നടക്കണം. അല്ലാതെ ഇപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു വിഷയം മാസ്റ്റർ പറഞ്ഞു, ഉടനെ ഒരാൾ പ്രാർത്ഥിച്ചു, ശരി, അപ്പൊ അവിടുന്ന് അങ്ങോട്ടേ പറയുന്നുള്ളൂ, തിരിച്ച് ഇങ്ങോട്ട് കേൾക്കാൻ നേരമില്ല. കാരണം സമയബന്ധിതമായിട്ട് നമുക്ക് പ്രാർത്ഥന കൂടി വരവുകൾ നടത്തി പിടിച്ചു പോകണം. എന്നാൽ വേദപുസ്തകത്തിൽ യഥാർത്ഥമായി പ്രാർത്ഥനയെ കുറിച്ച് ആഴത്തിൽ പഠിച്ചാൽ അത് വൺ വേ ട്രാഫിക് അല്ല, ടു വേ ട്രാഫിക്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും പറഞ്ഞ് ആ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാകണം. അതിനെന്താ മാർഗം? വേദപുസ്തകത്തിൽ തെളിവുകളുണ്ട്. പഴയ നിയമഭക്തന്മാർ ദൈവത്തിന്റെ വേറിട്ടിരുന്ന അനുഭവങ്ങളുണ്ട്. പുതിയ നിയമഭക്തന്മാരെ കുറിച്ച് പറയുമ്പോൾ പൗലോസൊക്കെ പ്രത്യേകം പറയുന്നു, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുക, ദൈവത്തോട് സംസാരിക്കുക, അന്യഭാഷയിൽ സംസാരിക്കുക. ലോകോത്തരമായി ഉപയോഗിക്കപ്പെടുന്ന എസക്കിയ ഫ്രാൻസിസ് എന്ന് പറയുന്ന അനേക ദൈവദാസന്മാരെ ഒരുക്കിയെടുക്കുന്ന ഒരു ദൈവഭക്തനാണ്. ലോക രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന അദ്ദേഹം നടത്തിയ സെമിനാറിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം 3 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ഇരുന്നാൽ അതിൽ 2.5 മണിക്കൂറും അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ചിട്ട് 30 മിനിറ്റേ തന്റെ വിഷയങ്ങൾ പറയത്തുള്ളൂ. നമ്മളിരുന്നാൽ തിരിച്ചേ സംഭവിക്കത്തുള്ളൂ. എന്നാൽ അതിൽ നിന്ന് അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഈ പറയുന്നതിന്റെ രഹസ്യം എന്താന്ന് വെച്ചാൽ, അന്യഭാഷയിൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ 2 കാര്യങ്ങൾ ഒരുപോലെ നടക്കും. ഒന്ന്, നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, നമ്മൾ ഒരുക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. 2, നാം അറിയാത്ത മേഖലകളിൽ കിടക്കുന്ന വിഷയങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവവും നമ്മുടെ ആത്മാവും തമ്മിൽ അത് ക്ലിയർ ചെയ്യും. നമുക്കറിയത്തില്ല, അത് വളരെ രഹസ്യമായ ക്ലിയറിംഗ്. അറിയാമല്ലോ, വലിയ വലിയ കമ്പനികളുടെ ഒക്കെ വലിയ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നത് ലോകത്തിൽ മുഴുവൻ പത്രവാർത്തകൾ കൊടുത്തല്ല, അത് ഏറ്റവും കീ പേഴ്സൺസ് തമ്മിൽ അത് ഡീല് ചെയ്യുന്നത് പോലെ ദൈവസന്നിധിയിൽ ഇരുന്ന് നമുക്ക് വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ചർച്ച ചെയ്ത് ദൈവത്തോട് സംസാരിച്ച് ആശയവിനിമയം നടത്തി പ്രാർത്ഥിച്ചതിന്റെ വിജയമെടുക്കാൻ കഴിയും. പ്രിയരെ, ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, പ്രാർത്ഥനയ്ക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായി വന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിന്, ഭൗതിക ജീവിതം തന്നെ ഒന്ന് നടത്തിയെടുക്കാൻ നമ്മൾ എന്ത് പാടുപെടുന്നു, അതിന് തന്നെ എന്തെല്ലാം പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ആത്മീയ ജീവിതത്തിന് എത്ര അധികം വില കൊടുക്കണമെന്ന് നമ്മൾ ഇന്ന് രാത്രിക്കാലം ഓർക്കണം. അങ്ങനെ വില കൊടുക്കുന്നവർക്ക് മാത്രമേ വ്യത്യസ്തരായി നിൽക്കാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ വളരെ ശക്തമായിട്ട് കഴിഞ്ഞ മണിക്കൂറുകൾ ദൈവാത്മാവിനോട് പ്രാർത്ഥനയെ കുറിച്ച് പറയാൻ ഓർപ്പിച്ചത് കൊണ്ടാണ്. അത് മാത്രമല്ല, വിശുദ്ധാസ്റ്റൊക്കെ എന്നോട് പറഞ്ഞ് നമ്മുടെ ഞായറാഴ്ചത്തെ മീറ്റിംഗ് കുറച്ചുകൂടെ ഗൗരവമായിട്ടൊരു സ്റ്റഡി ആയിട്ടൂടെ പോകാൻ, കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ആഴത്തിൽ ഗ്രഹിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്. വളരെ ഗൗരവമായിട്ട് ഓർക്കണം, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രാർത്ഥന വൺ വേ ട്രാഫിക് അല്ല, അവിടുന്ന് ഇങ്ങോട്ടും കേൾക്കണം. ദൈവം തന്നെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ ദൈവം ഇങ്ങോട്ടും പറഞ്ഞു എന്ന് വ്യക്തമായ ബോധ്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനസ്സിലാക്കി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ് സ്തോത്രം, അനുകൂലമായ ഒരു പ്രതലത്തിൽ നടക്കത്തില്ല, പ്രതികൂലമായ പ്രതലത്തിലേ നടക്കത്തുള്ളൂ. എന്നാൽ പ്രതികൂലത്തെ കണ്ട് മാറ്റി വെക്കേണ്ടതല്ല പ്രാർത്ഥന. ആ ദൈവികമായ നിരന്തരമായ സമ്പർക്കം നാം തുടർന്നുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ ഗൗരവമായിട്ട് ഓർക്കണം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് ജനറലായിട്ട് പറഞ്ഞിട്ട്, ഹന്നയെ കുറിച്ച് നമുക്ക് 1-2 കാര്യങ്ങൾ അറിയാവുന്ന ഭാഗമായതുകൊണ്ട് വേഗത്തിൽ ചിന്തിച്ച് നമുക്ക് ഈ ചിന്തകൾ അടുത്ത ചില മിനിറ്റുകൾ കൊണ്ട് അവസാനിപ്പിക്കുക. ഹന്ന പ്രാർത്ഥിക്കുന്ന ഭാഗം നമുക്കറിയാമല്ലോ. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ 3 പ്രധാന തടസ്സങ്ങൾ ഹന്നയ്ക്ക് വേണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പറയാമായിരുന്ന 3 പ്രധാന തടസ്സങ്ങൾ, വളരെ ഗൗരവമായ തടസ്സങ്ങൾ, ഒഴിവാക്കാനാവാത്ത, അവളെ കൊണ്ട് ഒഴിവാക്കാനാവാത്ത 3 പ്രതിസന്ധികൾ, ഹന്നയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത 3 പ്രതിസന്ധികളുണ്ട്. എന്നാൽ അതിനെ ഹന്ന പ്രാർത്ഥിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്ന ഘടകമാക്കി മാറ്റിയത് കൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു മറുപടി അവളെ കരകളിൽ കിട്ടി. എന്താ 3 പ്രതിസന്ധികൾ? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാവുന്ന കാര്യം തന്നെ, ഞാനൊന്ന് അടുക്കിന് പറയുന്നത് മാത്രം. ഒന്നാമത്തെ കാര്യം, എല്ലാ ആണ്ടിലും ശീലോവിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരായിരുന്നു ഹന്നയുടെ കൂടെ. എൽക്കാന അറിയാം, നമുക്കറിയാം. ഹന്നയുടെ കൂടെ മറ്റൊരു സഹോദരിയുടെ ഭവനത്തിലുണ്ട്. താര പെനിന്ന, ഹന്ന, എൽക്കാന. പെനിന്നയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് എന്തില്ല? മക്കളില്ല. പക്ഷെങ്കിൽ ഈ പശ്ചാത്തലത്തിൽ അവരെല്ലാ വർഷവും
ശിലോം എന്ന് പറയുന്ന സ്ഥലം യോശുവയുടെ പുസ്തകം 18-ാം അധ്യായമുണ്ട്. നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. 18-ാം അധ്യായത്തിലാണ് ശിലോവ് പ്രാധാന്യമുള്ള സ്ഥലമായി തീരുന്നത്. ഇസ്രായേൽ ജനം കനാൻ ദേശത്ത് വന്ന് പാർത്തപ്പോൾ യോശുവ സ്ഥലങ്ങൾ വിഭജിച്ചു കൊടുത്ത കൂട്ടത്തിൽ ദൈവത്തെ ആരാധിക്കാൻ മോശയ്ക്ക് ദൈവം പർവ്വതത്തിൽ കൊടുത്ത മാതൃക പ്രകാരം രൂപപ്പെടുത്തിയെടുത്ത സമാഗമന കൂടാരം എവിടെ വെക്കണം, എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിനകത്ത് അത് വെക്കണം എന്ന് വിചാരിച്ച് കണ്ടെത്തിയ സ്ഥലമാണ് അത്. അവിടെയാണ് സമാഗമന കൂടാരം. 369 വർഷം 369 ഇയേഴ്സ് ഈ സമാഗമന കൂടാരം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ശിലോവിന് പ്രത്യേകത വന്നത്. ന്യായാധിപന്മാരുടെ കാലത്ത്, യോശുവയ്ക്ക് ശേഷം ന്യായാധിപന്മാരുടെ കാലത്ത് സമാഗമന കൂടാരം ഇരുന്ന സ്ഥലമെന്നുള്ള നിലയിൽ, യഹോവയുടെ പെട്ടകം ഇരുന്ന സ്ഥലമെന്നുള്ള നിലയിൽ ആ സ്ഥലം പ്രാധാന്യമുള്ളതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ശീലോവിൽ ചെന്നു എന്ന് എഴുതിയിരിക്കുന്നതിന്റെ കാരണം അതാണ്. ഈ ശീലോവിനെ ദൈവം സംരക്ഷിച്ച വിധങ്ങൾ നമുക്കറിയാം. അത് പിന്നീട് അതിന്റെ ഭാഗങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കാൻ നേരമില്ല. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. ഈ ശിലോവിലാണ് അന്നയും എൽക്കനയും അവരുടെ കുടുംബം പ്രാർത്ഥിക്കാൻ പോകുന്നത്. എല്ലാ വർഷവും പോകാറുണ്ട്. നമുക്കറിയാവുന്ന പശ്ചാത്തലം. ശമൂവേലിന്റെ 1-ാം പുസ്തകം നമ്മൾ വായിച്ചാൽ മതി. അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് ആ ഭാഗം കാണുവാൻ കഴിയും. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. 1-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക. എന്നാൽ അവിടെ ഒരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചത്, ഞാൻ പറയാൻ വരുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, അവളുടെ ഭർത്താവായിരിക്കുന്ന എൽക്കാനയ്ക്ക് വാക്കുകൊണ്ട് പറയാൻ കഴിയും. അദ്ദേഹം പറഞ്ഞൊരു നല്ല വാക്കുണ്ട്. എന്തായിരുന്നു എന്നോട് പറഞ്ഞു? ഞാൻ നിനക്ക്, നീ എന്താ ഇങ്ങനെ വിഷാദിച്ചിരിക്കുക, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ. പക്ഷെങ്കിൽ അദ്ദേഹം ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞെങ്കിലും ആ ആശ്വാസത്തിന്റെ വാക്ക് ഹന്നയുടെ ഹൃദയത്തിന്റെ വേദനയ്ക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയായി തീർന്നില്ല. ഹന്നയ്ക്കൊരു പൈതലുണ്ടാകുക എന്നുള്ള നിലയിൽ മാനസികമായി തന്നോടൊപ്പം നിൽക്കേണ്ട വ്യക്തിയാണ് ആര്? എൽക്കാന. പക്ഷെ എൽക്കാന ഈ വിഷയത്തിൽ ആരാണ്? നിസ്സഹായനാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ അറിയാം. അപ്പോൾ തന്നോടൊപ്പം മാനുഷികമായി നിൽക്കേണ്ട, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ തനിക്കൊരു തലമുറ ഉണ്ടാകാൻ ലോകത്തിൽ തനിക്ക് സഹായമാകേണ്ട വ്യക്തി എന്ന് പറയുന്നത് എൽക്കാനയാണ്. പക്ഷേ എൽക്കാനയുടെ വാക്കോ എൽക്കാനയുടെ സാമീപ്യമോ ഹന്നയ്ക്കൊരു ആശ്വാസമായിട്ട് തീരുന്നില്ല എന്നുള്ളത് വേദപുസ്തകത്തിൽ നമുക്കറിയാം. ഒന്നാമത്തെ പ്രതികൂലം, ചെറിയ പ്രതികൂലമാണോ? തനിക്ക് കൂട്ടായിട്ടിരുന്ന് തനിക്ക് ആശ്വാസമാകേണ്ട എൽക്കാനയ്ക്ക് തന്റെ വിഷയത്തിന് ഒരു മറുപടി തരാൻ കഴിയുന്നില്ല എന്നുള്ള പശ്ചാത്തലം. ഒന്നാമത്തെ കാര്യം, തന്റെ ജീവിതത്തിൽ ഏറ്റവും അതുല്യമായി നിന്ന് തന്റെ വിഷയത്തിനൊരു മറുപടി ആകേണ്ട വ്യക്തിക്ക് തനിക്കൊരു ആശ്വാസം കൊടുക്കാൻ കഴിയുന്നില്ല. ഇനി 2-ാമത്തെ കാര്യം, തന്റെ കൂടെയുള്ള സഹോദരി, അതാരാ? പെനിന്ന. ആ സഹോദരിക്ക് പുത്രന്മാരുമുണ്ട്, പുത്രിമാരുമുണ്ട്. ആ പശ്ചാത്തലം അനുകൂലമായ പശ്ചാത്തലമാണോ എന്നോർത്ത് നോക്കി. 2-ാമത്തെ സാഹചര്യം എന്നെ ചിന്തിപ്പിച്ചതാണ്. ഒന്നാമത്തേത്, തന്റെ ഭർത്താവ് എൽക്കാന ഒരാശ്വാസമാകാൻ കഴിയുന്നില്ല. 2-ാമത്തെ കാര്യം, അവളോട് കൂടെ പാർക്കുന്ന സഹോദരി പെനിന്ന. ഈ പെനിന്നായുടെ ഒരു ഭാഗമേ ഞാൻ പറഞ്ഞുള്ളൂ. പെനിന്നയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. ഈ ഒരു വേർതിരിവ് തന്നെ അന്നയുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നതാണ്? വിഷമിപ്പിക്കുന്നു. അതും പോരാഞ്ഞിട്ട് പെനിന്നെ എന്ത് ചെയ്യുന്ന അവിടെ എഴുതിയേക്കെന്ന് അറിയാമോ? നിരന്തരം ഇവളെ എന്ത് ചെയ്തോണ്ടിരുന്നു? മോഷിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അതിനകത്ത് പെനിന്നയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്, പ്രതിയോഗി. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, സഹോദരി ആയിരിക്കേണ്ട, ആശ്വാസമായിരിക്കേണ്ട ആളിന് മക്കള് ഉള്ളത് തന്നെ ഒരു പ്രശ്നം. 2-ാമത്തെ കാര്യം, അത് മാത്രമല്ല, ഒരാശ്വാസമാകുന്നതിന് പകരം പെനിന്ന ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ഒരു ചെറിയ സമാധാനം കിട്ടിയാൽ. എങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ, സാരമില്ല സഹോദരി, നമ്മൾ ഒരുമിച്ച് ഈ കുടുംബത്തിൽ ജീവിക്കുന്നതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ നിന്റെ കൂടെ കുഞ്ഞുങ്ങളാ എന്നെങ്കിലും ഒന്ന് അദ്ദേഹം പറയുന്നതിന് പകരം ഇവളെപ്പോഴും ഈ മക്കളില്ല എന്നുള്ള കാരണം കൊണ്ട് എന്നെ എന്ത് ചെയ്തോണ്ടിരുന്നു? മുഷിപ്പിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ. നോക്കണം, നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കമ്പനി ചെല്ലുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ, വീട്ടിൽ വരുമ്പോൾ നമുക്ക് ആശ്വാസമാണ്. എന്നാൽ ഇത് കമ്പനി പോകണ്ട, വീട്ടിനകത്ത പശ്ചാത്തലമായി പറയുന്നത്. ഇനിയും കമ്പനിയിലെ കാര്യം ഒന്ന് നോക്കാം. എന്നെ സംബന്ധിച്ച് കമ്പനിയിൽ ഞാൻ ഉദ്ദേശിച്ചത്, വർഷത്തിലൊരിക്കൽ ഇവർ പോകുന്ന ശീലോ, അവിടെ ചെന്ന് കഴിഞ്ഞാലോ
വയസ്സ് പിടിച്ചൊരു അപ്പച്ചൻ ഒരു പ്രാർത്ഥനാ വിഷയം പാസ്റ്ററോടൊന്ന് പറയാനോ വിചാരിച്ചാൽ ഇദ്ദേഹത്തെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി വരണമെങ്കിൽ പിന്നെ അടുത്ത പെരുന്നാളിന്റെ സമയം വരെ ആവും. ആ പരുവത്തിൽ ആരിയിരിക്കുന്നത്? ഏലി ഇരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കി. നമുക്കാണെങ്കിൽ വിളിച്ചാൽ ഒന്നിന് പകരം 3 പാസ്റ്റർമാരുണ്ട്. വിഷയം എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം, പ്രാർത്ഥിക്കാം. കൂട്ടു സഹോദരിമാരും സഹോദരന്മാരും പ്രാർത്ഥന വിഷയം കേൾക്കാൻ റെഡിയായിട്ടിരിക്കുക. പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടംപോലെ ആശ്വാസത്തിന്റെ അനുഭവങ്ങളുണ്ട്. എന്നാലും ഒന്ന് ഓർത്ത് നോക്കിയേ പ്രിയരെ, അന്നയുടെ പശ്ചാത്തലം ഓർത്ത് നോക്കിയേ. വർഷത്തിൽ ഒരിക്കലും ഒരു ആശ്വാസത്തിന് വേണ്ടി പോകുന്ന ഇടമാണ് എവിടെ എന്ന് പറയുന്നത്? ശിലോ എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അപ്പച്ചൻ ഇങ്ങനെ ഇരിക്കുന്നു. എന്നാൽ പോട്ടെ, അപ്പച്ചൻ വയോധികനായി പോട്ട് സാരമില്ല. എന്നാൽ പിള്ളേരോട് പറയാം. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഈ തലമുറകളാണ് എന്ത് ചെയ്യുന്നത്? പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരും. അപ്പൊ ഓഫിനിയും വിനകാസും ശുശ്രൂഷയിലേക്ക് വരുമോ? അപ്പൊ അവര് വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? തോളത്ത് വലിയ മുപ്പല്ലിയും വെച്ചുകൊണ്ട് അവർ വരും. ഇത് കാണുമ്പോഴേ എങ്ങനെ പ്രാർത്ഥനാ വിഷയം പറയും? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ശമൂവേലിന്റെ പുസ്തകത്തിൽ? ഈ ഏലിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കണം. അവിടെ വലിയ മുപ്പല്ലിയും വെച്ചുകൊണ്ട് മേധസ്സുള്ളത് കുത്തിയെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വരുന്നതും, അതുപോലെ തന്നെ ദുർനടപ്പിന്റെ വാർത്തകളുമായിട്ട് അവിടെ ദൈവഹിതത്തെ നശിപ്പിച്ച തിന്മയുടെ വ്യക്താക്കളായി മാറുന്ന ആത്മീക തലമുറ, പ്രാർത്ഥനാ വിഷയം പറയാൻ കൊള്ളാകുന്ന ഒരു നല്ല സമൂഹം കയ്യിലില്ലാത്ത ഒരു പശ്ചാത്തലത്തിനകത്താണ് ഇപ്പോൾ ആര് നിൽക്കുന്നത്? സന്ന നിൽക്കുന്നു. ഒന്നോർത്ത് വയ്ക്കും. ഇനിയും ന്യായാധിപന്മാരുടെ കാലഘട്ടം അവസാനിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവസാനം എഴുതി വെച്ചിരിക്കുന്ന വാചകം ശ്രദ്ധിച്ചു നോക്കണം. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ പറഞ്ഞ ചിന്തകൾ നിങ്ങൾ മനസ്സിലാക്കിയോ? ഹന്നയുടെ വീട്ടിനകത്ത് പ്രാർത്ഥിക്കാൻ ഒരിക്കലും സമ്മതിക്കാത്ത വിധത്തിലുള്ള 2 പ്രതിസന്ധികൾ. ഒന്നാമത്തെ പ്രതിസന്ധിയാണ് നമ്മൾ കണ്ടത്. അവൾക്ക് ഏറ്റവും അനുകൂലമായിരിക്കേണ്ട, അവൾക്ക് ഏറ്റവും ആശ്വാസമായിരിക്കേണ്ട, അവളുടെ കൂടെ നിൽക്കേണ്ട വ്യക്തി പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലയോ? പക്ഷെ അത് അവളുടെ വിഷയത്തിന് ഒരു മറുപടിയായിട്ട് തീരുന്നില്ല. ഇനി 2, അവൾക്കൊരു ആശ്വാസമാകേണ്ട അവളുടെ കൂട്ടു സഹോദരി, അവളുടെ ഭവനത്തിൽ ഇരിക്കുന്നവൾ, 24 മണിക്കൂർ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നവൾ, അവളെ മുഷിപ്പിക്കുക. സ്തോത്രം. ഇനിയും അത് കഴിഞ്ഞ് വർഷത്തിലൊരിക്കൽ ആലയത്തിലേക്ക് പോയി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാലോ അവിടെ ചെല്ലുമ്പോൾ ഇനി ഏലിയുടെ കാഴ്ചപ്പാട് എത്രത്തോളം മങ്ങിയെന്നുള്ളതിന്റെ തെളിവ്. കണ്ണിത്രയും മങ്ങിയതാണെങ്കിലും അന്നയുടെ ആദരം ചലിക്കുന്നത് അദ്ദേഹം കണ്ടു. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്തോത്രം. കണ്ണു മങ്ങി, അദ്ദേഹത്തിന് ഒന്നും കാണത്തില്ല, വചനം ദുർലഭമാണ്, അദ്ദേഹം വയോവൃദ്ധനായിട്ടിരിക്കുകയാണ്. എങ്കിലും അന്നയുടെ ആദരം ചലിക്കുന്നത് കണ്ടു. ഇനി കണ്ടെന്ന് മാത്രമല്ല, കണ്ടിട്ട് അതിനെ നേരെ പ്രാർത്ഥിക്കുകയാണ്. ആലയത്തിൽ ഇരിക്കുന്ന ഒരാള് ആദരം ചലിപ്പിക്കുന്നതിന്റെ പിന്നിൽ പ്രാർത്ഥനയാണെന്നല്ല അദ്ദേഹത്തിന് പ്രഥമദൃഷ്ടിയാ തോന്നിയത്. ഒറ്റ കാഴ്ചയിൽ അദ്ദേഹത്തിന് തോന്നിയത് എന്താ? ഇവള് ലഹരി പിടിച്ചിരിക്കും. അപ്പൊ ആലയത്തിനകത്തിരിക്കുന്ന ആള് ലഹരി പിടിച്ചിരിക്കുകയാണെന്ന് പുരോഹിതന് തോന്നണമെങ്കിൽ അന്നത്തെ പശ്ചാത്തലം എന്തായിരുന്നു? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അന്നത്തെ ആത്മീയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അന്ന ലഹരി പിടിച്ച് ഒരു സ്ത്രീ ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് പുരോഹിതന് തോന്നണമെങ്കിൽ, ആലയത്തിനകത്തിരിക്കുന്ന ഒരു സ്ത്രീ ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് പുരോഹിതന് തോന്നണമെങ്കിൽ പുരുഷന്മാരെ കുറിച്ച് എത്രയധികം ചിന്തിക്കും. ആ ഒരു പശ്ചാത്തലത്തിലേക്ക് അന്നത്തെ ആത്മീയത എന്ത് ചെയ്തു? തരം താണു. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ. ഈ ചരിത്രം എടുത്ത് പഠിച്ചാലും അത് തന്നെ അന്ന് സംഭവിച്ചിരുന്നത്. അത്രയ്ക്ക് ഭയാനകമായ വിഷയം. എന്താ ശമൂവേലിന്റെ വായിലൂടെ ദൈവം ദൂത് പറഞ്ഞ എന്താ? സ്തോത്രം. അന്നത്തെ ആത്മീയതയുടെ ഏറ്റവും മതപ്പൊരുത്ത പക്ഷം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് തടസ്സപ്പെടുന്ന ഘടകങ്ങൾ ഇതൊക്കെ തന്നെ. ആത്മീയ ജീവിതത്തിൽ ചുറ്റുപാടുകളിൽ നോക്കുമ്പോൾ, പ്രസംഗിക്കുന്നവരെ നോക്കുമ്പോൾ, പാടുന്നവരെ നോക്കുമ്പോൾ, സാഹചര്യങ്ങളിൽ നോക്കുമ്പോൾ, നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നവരെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലങ്ങ് കുഞ്ഞു കൂടുകയാണ്. ആത്മീയത ഒഗ്നിയെ കുറിച്ചും വിനകാസിനെ കുറിച്ചും ആത്മീയ നേതൃത്വങ്ങളെ കുറിച്ചും സ്തോത്ര ചുറ്റുപാടുകളെ കുറിച്ചും ഇടത്തും വലത്തുമിരിക്കുന്ന സഹോദരനെ കുറിച്ചും സഹോദരിയെ കുറിച്ചും ഒക്കെ പല പല കാര്യങ്ങൾ നമ്മുടെ കാതുകളിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം കിടക്കുക. ഇനി അതും പോരാഞ്ഞിട്ട് വീട്ടിലെ വിഷയങ്ങൾ, നാട്ടിലെ വിഷയങ്ങൾ, ഇങ്ങനെയുള്ള പല പല വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറിയിട്ട്
സാഹചര്യങ്ങളിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ മടുപ്പിച്ചു കളയുകയാണോ? അതോ ഹന്നയെ പോലെ ദൈവസന്നിധിയിൽ ഞരങ്ങുവാൻ, മനോവസനത്തോടെ കരയുവാൻ തയ്യാറായാൽ? ഇന്ന് രാത്രിക്കാലം ദൈവം എന്നെ പഠിപ്പിച്ചൊരു ആത്മീയ പാഠം ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങളെ നോക്കി പഴി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, അനാത്മീയതയെ കണ്ട് നിരാശപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. ചുറ്റുപാടും അത് നടക്കുന്നു, ഇത് നടക്കുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇതും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പിശാച് നമ്മുടെ സമയങ്ങളെ മുതലെടുക്കുക. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നാം പ്രാർത്ഥന അവസാനിപ്പിക്കുവാൻ പോകുക. ഈ രാത്രി ഞാൻ പറയട്ടെ, അതൊന്നും നോക്കി നിരാശപ്പെട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് സമയം കളയണ്ട. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവസന്നിധിയിൽ അതിന്റെ നടുക്ക് അതേ ശിലോവിൽ അതേ തിന്മ നടക്കുന്ന, അതേ പ്രതികൂലമുള്ള അതേ വീട്ടിനകത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതേ എഫ്രൈം മലനാട്ടിലെ വീട്ടിനകത്ത് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ പ്രാർത്ഥന ആരംഭിച്ച് ആ പ്രാർത്ഥന ശിലോവിനകത്ത് തുടർന്നാൽ ഒരു കാര്യം ഞാൻ പറയുക, എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ അതിനകത്ത് ദൈവത്തിന്റെ വിടുതലിന്റെ ശക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കും, മറുപടിയെ ദൈവം എഴുന്നേൽപ്പിക്കും. എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു വാചകം കൂടെ അതിനകത്ത്. 1-ാം അധ്യായം, ആ ശമൂവേലിന്റെ പുസ്തകവും 1-ാം അധ്യായം, ഒന്നാമത്തെ പുസ്തകവും 1-ാം അധ്യായ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഏലിയുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് വ്യക്തമായിട്ട് ഏലിയുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് അന്ന പറയുന്നൊരു വാചകമുണ്ട്, ഈ മകന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചതുള്ളൂ. സ്പെസിഫിക് ആയിട്ട് ആ കുഞ്ഞിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് വ്യക്തമായിട്ട് പറയുകയാണ്, ഈ മകന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇനി പ്രാർത്ഥിക്കുമ്പോൾ അവൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തരണമെന്നല്ല പ്രാർത്ഥിച്ചത്, നീ എനിക്കൊരു പുരുഷ പ്രജയെ തന്നാൽ ഇവിടെ നടക്കുന്ന അനാത്മീയതകൾക്ക്, ഇവിടെ നടക്കുന്ന പ്രതിസന്ധികൾക്ക്, ഇവിടെ നടമാരുന്ന പൈശാചിക പോലുകൾക്കെതിരെ ഞാൻ അതൊരു മറുപടിയായി നിർത്താൻ ഞാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു തരികയാണെന്ന് പറഞ്ഞ് അവൾ അതിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ വചനത്തിൽ തെറ്റുകൂടാതെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വെച്ചു, താൻ മുതൽ ബേർശേബ വരെ അവന്റെ വനവിങ്കൽ പട്ടണത്തിന്റെ വാതിക്കലിരിക്കുന്ന മൂപ്പന്മാർ വിറയ്ക്കത്തക്കവണ്ണം ദൈവിക അഭിഷേകം അവന്റെ വനവിങ്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ അനാത്മിക പ്രവണതകൾ കണ്ട്, ദേശത്ത് നടക്കുന്ന തിന്മകൾ കണ്ട്, ചുറ്റുപാട് നടക്കുന്ന പ്രതികൂലങ്ങളെ കണ്ട്, ഭവനത്തിൽ ഉളവാകുന്ന വേദനകളെ കണ്ട് കരയുന്ന ദൈവത്തിന്റെ വൈദ്യനോട് ഈ രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്, ഒരാത്മാർത്ഥ പ്രാർത്ഥന നിന്റെ ഹൃദയത്തിന്റെ ദിവസങ്ങളിൽ നീ പുറപ്പെടുവിക്കുവാൻ തയ്യാറാകുക. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ, ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥിക്കാൻ, തളർന്നു പോകാതെ പ്രാർത്ഥിക്കാൻ, മുഴങ്കാലിരിക്കാൻ ഈ രാത്രി തീരുമാനമെടുക്കുമോ? ഒരു മറുപടിയെ ദൈവം എഴുന്നേൽപ്പിക്കും. ഒരു മറുപടിയെ ദൈവം എഴുന്നേൽപ്പിക്കും. ഭവനത്തിനകത്ത് ശൂന്യത നിന്നെ തളർത്തുന്നുവെങ്കിൽ അതിനെ നടുക്കിൽ നീ പ്രാർത്ഥിക്കുക, അവിടെ ഒരു മറുപടിയെ ദൈവം എഴുന്നേൽപ്പിക്കും. സഭയിൽ ശൂന്യത കാണുന്നെങ്കിൽ, ആത്മീയ ലോകത്ത് ശൂന്യത കാണുന്നെങ്കിൽ അതിന്റെ നടുക്ക് മുഴങ്ങാൻ നടക്കി പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവം മറുപടി അവിടെ എഴുന്നേൽപ്പിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ കണ്ണുകളും അടച്ച് അല്ലെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായ ഹൃദയത്തോടെ ഈ രാത്രി ദൈവത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. പ്രതികൂലങ്ങളെ കണ്ട് അതിനെ അനലൈസ് ചെയ്ത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത്, അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ സ്തോത്രം പലപ്പോഴും വ്യാകുലപ്പെട്ട് നിരാശപ്പെട്ടാണ് ഞാൻ മടങ്ങിപ്പോകാറുള്ളത്. പലപ്പോഴും വെള്ളി ഓഫീസിൽ ചെല്ലുമ്പോൾ, പലപ്പോഴും നാട്ടിലെ കാര്യം ഓർക്കുമ്പോൾ, പലപ്പോഴും വെള്ളി സ്തോത്രം ആത്മീയ ലോകത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം എവിടേക്കാണ് കർത്താവെ ആത്മീയഗോളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നോർത്ത് ഞാൻ നിരാശപ്പെടാറുണ്ട്, നെടുവീർപ്പിടാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ തീരുമാനമെടുക്കുന്നു. കർത്താവെ, മുഴങ്കാലിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുക, മുഴങ്കാലിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. സാഹചര്യം എനിക്ക് അനുകൂലമല്ല. എന്റെ വെള്ളി ഏറ്റവും ആശ്വസിപ്പിക്കേണ്ടവർ തരുന്ന വാക്കുകൾ എനിക്കൊരു കൃത്യമായ മറുപടിയല്ല. എന്റെ ഭവനാന്തരീക്ഷത്തിൽ കേൾക്കുന്ന വാക്കുകൾ എനിക്ക് കൃത്യമായ ഒരു മറുപടിയല്ല. എന്റെ ചുറ്റുപാടുകളിൽ കാണുന്നതായ സാഹചര്യങ്ങൾ എനിക്കൊരു വ്യക്തമായ മറുപടിയല്ല. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ ഒരു പുതിയ മറുപടിയെ എഴുന്നേൽപ്പിക്കണം. നീ ഒരു പുതിയ മറുപടിയെ എഴുന്നേൽപ്പിക്കണം കർത്താവേ. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. ശമൂവേലിനെ പോലെ ചില മറുപടികൾ ദിവസങ്ങളിൽ ദൈവത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് ഞാൻ പറയട്ടെ, മടുത്തു പോകരുത്. ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ മടുത്തു പോയിട്ട് ഇതിന് നടുവിൽ ഇരിപ്പുണ്ട്. അവരോട് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, മടുത്തു പോകരുത്, ഉണർന്ന് പ്രാർത്ഥിക്കാൻ ഈ രാത്രി തയ്യാറാകൂ. നിങ്ങളുടെ കണ്ണുകൊണ്ട് ദൈവീയ വിടുതൽ കാണാം, അത്ഭുതങ്ങളെ കാണാം, രൂപാന്തരങ്ങളെ കാണാം, ദൈവശക്തി പ്രവഹിക്കുന്നത് കാണാം, ജീവന്റെ പകർച്ച കാണാം, ചിത്രങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് കാണാം, അന്ധകാര ശക്തികൾ തകരുന്നത് കാണാം, അഭിഷേകത്തിന്റെ പകർച്ച കാണാം. ദൈവഭക്തന്മാരിലൂടെ ദൈവിക വീര്യപ്രവൃത്തികൾ നടക്കുന്നത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ
ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. എല്ലാവരും ആത്മാർത്ഥമായ ഹൃദയത്തോടെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താണ്. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ച് ആത്മാർത്ഥമായ ഹൃദയത്തോടെ വന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, ഹല്ലേലൂയ, ദൈവമേ, എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രവതരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കാനാ പറയുന്ന മറുപടികൾ ഹന്നയ്ക്ക് അനുകൂലമല്ലായിരുന്നു. പെരിന്നയുടെ വാക്കുകൾ ഹല്ലേലൂയ ഹന്നയ്ക്ക് പ്രാർത്ഥനയ്ക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കിയില്ല. ഏലിയുടെ പ്രതികരണം ഹന്നയ്ക്ക് അനുകൂലമായ പ്രാർത്ഥനയ്ക്ക് സാഹചര്യം ഒരുക്കിയില്ല. എങ്കിലും ഹന്ന പ്രാർത്ഥിച്ചു. എങ്കിലും ഹന്ന പ്രാർത്ഥിച്ചതുകൊണ്ട് ഹല്ലേലൂയ ഇന്നും ഹന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഹന്ന മറുപടി പ്രാപിച്ചു. അത് വലിയ മറുപടിയായിരുന്നു. അത് വലിയ മറുപടിയായിരുന്നു. അത് അത്ഭുതത്തിന്റെ മറുപടിയായിരുന്നു. പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയട്ടെ, മടുത്തു പോകുന്ന പ്രാർത്ഥനയുടെ അനുഭവങ്ങളെ ഈ രാത്രി തട്ടി എഴുന്നേൽപ്പിക്കുന്ന പ്രേക്ഷിതോ, മടുത്തു പോകുന്ന പ്രാർത്ഥനയുടെ അനുഭവങ്ങളുണ്ട്. മുഴങ്ങാനുകളിൽ നിന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക. ദൈവങ്ങളോ പ്രാപിച്ച ആത്മീയ ജീവിതത്തിന്റെ അനുഭവങ്ങൾ തളർന്നു പോയുള്ള ജീവിതങ്ങളോട് ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി കയ്യെത്താവുന്ന ദൂരത്ത് പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൈവം ഇറങ്ങി വരുന്ന സമയങ്ങളാണ് ഇനിയുള്ളത്. എന്റെ രാത്രി വിശ്വാസമുണ്ട്. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമോൾ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമോൾ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമോൾ വ്യക്തമായി ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വന്ന സമയങ്ങൾ അതിവിദൂരമുണ്ടെന്ന് ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമുണ്ട്. വിമക്തമായ ഊഴവടകളുടെ ശത്രുരാധനകൾ യേശുവിന്റെ എല്ലാവരുടെ നാമത്തിന് പ്രചരിപ്പിച്ചു കളയുന്ന ഉണർന്ന് പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്ത പ്രാർത്ഥിക്കുവാൻ അനുവദിക്കാത്ത കാത്തിരിക്കുവാൻ ശക്തീകരിക്കാത്ത ശരീരത്തെ ഭരങ്ങിനാക്കി കളയുന്ന അപ്രകാരം മണ്ഡലങ്ങളെ ശത്രുവിന്റെ പ്രവർത്തികളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുകയാണ്. പുതിയ കൃപ ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് പോകാം. ഒരു പുതിയ ശക്തി ഇന്ന് പ്രാപിച്ചുകൊണ്ട് പോകാം. ദൈവസഭയിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണുക, വിടുതൽ നടക്കുന്നത് കാണുക, അഭിഷേകന്മാരിലൂടെ ദൈവമൊക്കെ വെളിപ്പെടുന്നത് കാണുക, കൃപകളും കൃപാവരങ്ങളാലും ദൈവത്തെ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുക. േൽപ്പിച്ചുകൊടുത്ത് ആത്മാർത്ഥമായ ഹൃദയത്തോട് നമുക്ക് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുക. അഭിഷേകദാസന്മാർ മടങ്ങി വരുമ്പോൾ ചില പുതിയ കൃപകളോട് ദാസന്മാരെ ഉപയോഗിക്കുവാൻ അറിയാതെ നമ്മളെ ഉപയോഗിക്കുവാൻ ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായ ഹൃദയത്തോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ.